അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ? എനിക്ക് മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇല്ലാത്തൊരു കാര്യം ഞങ്ങളെല്ലാം നിൽക്കുമ്പോഴല്ലേ ഊതി വീർപ്പിക്കുന്നത്. ഞങ്ങളെ സമയം വളരെ വൈകിയപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ് പറഞ്ഞത്, ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, വേഗം പോട്ടെ. ഞാൻ ഇന്നലത്തെ അവസാനത്തെ ബാലുശ്ശേരിയിലെ പരിപാടി എൻ്റെ അവസാനിക്കുന്നത് 9:58 എൻ്റെ പ്രസംഗം അവസാനിക്കുന്നത്. ഞാൻ ഒരു വിധത്തിലാണ് കാരണം ഈ തിരക്ക് കാരണം, ജാഥയിലെ ആളുടെ പ്രശ്നവും കാരണം, ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്തും ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല. അപ്പോൾ കുറ്റ്യാടിയിലെത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു. അപ്പോൾ ഷാഫി പറമ്പിൽ നിർബന്ധമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നില്ല, വേഗം തീർക്കെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു, ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളത് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനെ പിടിച്ചു മാറ്റിയ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. എന്താണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണുപോയെന്ന്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു പ്രധാനപ്പെട്ട മാധ്യമം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു. ഞാൻ പ്രസംഗിച്ചപ്പോൾ സീറ്റിലേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. എന്തിനാണ്? നിങ്ങൾക്കറിയാമല്ലോ ആ ജാഥ ഇന്നലെ എന്തായിരുന്നെന്ന്. അതിൻ്റെ അസൂയ പൂണ്ട കുറേ ആളുകൾ അതിൻ്റെ ആ ജാഥ എന്ത്, ഞാൻ പറയണത് ശരിയല്ല, ഞാൻ നയിച്ച ജാഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ ചാനലുകളും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നിങ്ങൾക്കറിയായിരുന്നല്ലോ. നിങ്ങൾ എത്രയോ ജാഥകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളും എത്രയോ ജാഥകൾ കണ്ട ആളുകളുമാണ്. ഞങ്ങൾ എത്രയോ ആയിരക്കണക്കിന് വോട്ടിന് തോറ്റ സീറ്റുകളിൽ ആ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇന്നലെ ജാഥ വന്നപ്പോൾ എന്തായിരുന്നു ജാഥയെന്ന് നിങ്ങൾ വിലയിരുത്തും. ആ ജാഥയുടെ പ്രാധാന്യം ഞങ്ങൾ കാസർഗോഡും കണ്ണൂരിലെ ഞങ്ങൾ 60,000 വോട്ടിന് തോട്ട മട്ടന്നൂരിൽ ഉൾപ്പെടെയുള്ള ജാഥ എന്തായിരുന്നു എന്ന് കേരളം വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഒരു നെഗറ്റീവ് വാർത്ത, അത് ശരിയല്ല. എന്തിനാ ജാഗ്രത? ആരെ തടഞ്ഞ്? എൻ്റെ ദീപകെ ഇല്ലാത്ത സാധനം ഉണ്ടാക്കല്ലേ, ഇല്ലാതെ. അതായത് എന്നെ പ്രസംഗിപ്പിച്ചു പരിപാടി അവസാനിപ്പിക്കും, ഞാൻ പ്രസംഗിക്കുന്നില്ല എന്നൊരാൾ. ഇപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നില്ല, സംസാരിച്ചാൽ സമയത്ത് തീരില്ല, എൻ്റെ സംസാരം നിനക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു എന്നോട്. പുള്ളി പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല, സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. അത് തന്നെ ഷാഫിയും പറഞ്ഞു, ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല, സമയം വൈകി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പ്രമോദിനെ നിർബന്ധിച്ച് നീ എവിടെ പോയിരിക്കണ, പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ എന്ന് പറയും. ഇതൊക്കെ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പോലെ, വീട്ടിലുണ്ടാകുന്ന പോലെ കാര്യമല്ലേ? അതേ വീണു എന്നെ സ്വീകരിക്കാൻ കോഴിക്കോട് മറ്റേ അതിർത്തിയിൽ വരുമ്പോ ഉണ്ട് ഇത്. അപ്പോഴേ ഞാൻ കാണുന്നത്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം, അവിടെ ഈ സ്റ്റേജിൽ വെച്ച് ഉന്തിയിട്ടിട്ട് DCC പ്രസിഡന്റിന്റെ കൈവോട്ട് ചെയ്ത ദൈവം. ഈ കേരളം എവിടേക്കാണ് പോകുന്നത്? ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കാൻ പോയ. പിന്നെ നിങ്ങൾ വേറെ ഇത് കോൺഗ്രസ് ആണ്, UDF ആണ്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ആണ്, അറിയാലോ. നിങ്ങൾ നിൽക്കി അതൊക്കെ ശരിയാണ്. അച്ചടക്കം വേണം, കുറച്ച് ഇതൊക്കെ വേണം. അതിനെന്താ? അവിടെ എന്താണ് അച്ചടക്കം എങ്ങനെ ഉണ്ടായത്? എന്താ അവിടുത്തെ UDFന്റെ ചെയർമാനായിട്ടുള്ള ആള്, DCC പ്രസിഡന്റ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ പാറക്കൽ അബ്ദുള്ള, ഇവരൊക്കെയല്ലേ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അല്ലാതെ വേറെ ആരാ ഉണ്ടായിരുന്നു? അത് ഉദ്ഘാടനം ചെയ്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഞങ്ങളുടെ കക്ഷികളുടെ എല്ലാവരുടെയും പ്രതിനിധികളുണ്ടായി അവിടെ. 10 കക്ഷികളില്ലേ UDFൽ, എല്ലാവരുടെയും പ്രതിനിധികൾ, സംസ്ഥാന നേതാക്കൾ, ജാഥ അംഗങ്ങൾ, ജില്ലാ UDFന്റെ നേതാക്കൾ, ആ നിയോജകമണ്ഡലത്തിൻ്റെ UDFന്റെ നേതാക്കൾ, അതൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു അച്ചടക്കമൊന്നുമില്ല. ഇന്നലെ ഒരു അച്ചടക്ക കുറവ് ആ വേദിയിലുണ്ടായില്ല. ഞാൻ സംസാരിച്ചപ്പോൾ ഒരാളും മിണ്ടിയില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും സംസാരിച്ചപ്പോൾ ആരും മിണ്ടിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.